إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അശ്ശൂറാ 57, 58, 59, 64 വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. നിശ്ചയമായും ഞങ്ങൾ, അതായത് ഫറോവയും കൂട്ടരും പറയുകയാണ്, അവർ സ്വയം പറയുകയാണ്, ഞങ്ങളൊരു സംഘമാണ്, ഹാദിറൂൻ ജാഗരൂകരായ ഒരു സംഘമാകുന്നു എന്ന് പറഞ്ഞാൽ ബനീ ഇസ്രായേലുകളെ പിന്തുടർന്നുകൊണ്ട് പിടികൂടി അവരെ വധിച്ചു കളയുക തന്നെ ചെയ്യുമെന്നുള്ള അവകാശവാദം, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് ഞങ്ങൾ ജാഗ്രതയുള്ള ജാഗരൂകരായ ഒരു സംഘം തന്നെയാണ്. എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയെയും അവന്റെ സൈന്യത്തെയും അവന്റെ നാട്ടുകാരെയും ബന്ധുജനങ്ങളെയും ഒന്നടങ്കം പിടികൂടിക്കൊണ്ട് ആ ചെങ്കടലിൽ മുക്കി അവരെ കൊല്ലുകയാണ് ഉണ്ടായത്. അതിനുശേഷമുള്ള അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തായത്തിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നു. അപ്രകാരം നാം അവരെ പുറത്തു കൊണ്ടുവന്നു, മിൻ ജന്നാത്തിൻ തോട്ടങ്ങളിൽ നിന്നും, നീരുറവകളിൽ നിന്നും തോട്ടങ്ങളിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് ഒരുപാട് തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിന് നനക്കാൻ ആവശ്യമായ നീരുറവകൾ അവർക്കുണ്ടായിരുന്നു. അത് മുഖേന ഒരുപാട് ധനം അവർ സമ്പാദിച്ചിരുന്നു. അതാണുള്ള പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള ഖജാനകൾ ഉണ്ടായിരുന്നു, സമ്പത്ത് കുന്നുകൂടിയ സമ്പത്തുണ്ടായിരുന്നവർക്ക്. മാന്യമായ പാർപ്പിടങ്ങൾ ഉണ്ടായിരുന്നു, വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു, കൊട്ടാര സമാനമായ വലിയ വലിയ അലങ്കൃത വീടുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് അവരെ പുറത്തു കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെയും ഇന്ന് അനാഥമായി പോയി, അവരൊക്കെയും മുങ്ങി നശിച്ചുപോയി എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. വക്കദാലിക അപ്രകാരമാണ് ബനീ ഇസ്രായേലുകൾക്ക് നാം അനന്തരം നൽകി, അതൊക്കെയും ബനീ ഇസ്രായേലുകൾക്ക് നാം അനന്തരം നൽകി എന്നാണ് അല്ലാഹു പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ആ ഫറോവയും അഹങ്കാരികളായ ഫറോവയും അവന്റെ കൂട്ടരും അങ്ങനെ മുക്കി നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഒന്നടങ്കം നാമാവിശേഷമായി ബനീ ഇസ്രായേലുകൾ അവർ മാത്രം ബാക്കിയായി അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ അനന്തരാവകാശം ബനീ ഇസ്രായേലുകൾക്ക് പകർന്നു നൽകിയതാണ് അവസാനത്തെ ആയത്തിൽ പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.